ചേർത്തല സൂര്യയുടെ 42ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചേർത്തലയിൽ ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഇരുചക്ര വാഹന റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ചേർത്തല സൂര്യയുടെ 42ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചത്. ചേർത്തല പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ആളായി മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ചിന്ത ഇത്തരം ക്ലബ്ബുകൾ നാട്ടിൻപുറത്ത് അവരുടേതായ പ്രവർത്തനങ്ങൾ നടത്തി കൊണ്ടുവരുമ്പോഴാണ് കുട്ടികൾ മാറ്റങ്ങളുണ്ടാകുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഈ റാലി എല്ലാം നടത്തി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇവിടെ ഒരു ഗാനമേളയുണ്ട്. ഈ ഗാനമേള നടക്കുന്ന സമയത്ത് കുട്ടികൾ ആർത്ത് ഉല്ലസിക്കുന്നത് കാണാം. പലപ്പോഴും നമ്മൾ ചെറുപ്പക്കാരായ കുട്ടികളെ കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളുമായെല്ലാം അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം ഇത്തരം ഉല്ലാസ പരിപാടികൾക്കും എനർജിക്ക് വേണ്ടിയാണ് ഇതെല്ലാം വളരെ കഷ്ടപ്പെട്ട് വാങ്ങി ഉപയോഗിക്കുന്നത്. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാറുഖാൻ, സൂര്യ ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രതീഷ് കുമാർ, സെക്രട്ടറി നിഷാദ്, രക്ഷാധികാരി ജി വിശ്വംഭരൻ നായർ എന്നിവർ നേതൃത്വം നൽകി. കാരണം പദ്ധതി വിഹിതത്തിൽ 100%, അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള വാർഡുകൾ 100% ആക്കുവാനായിട്ട് സാധിച്ചു. എവിടെയോ തിരക്കിൽ പോയിരുന്ന ഫാസി അടക്കം വീണ്ടും ഓടി വന്നിട്ടാണ് നമ്മൾ ആ പരിപാടികളെല്ലാം പണിഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇച്ചിരി താമസിച്ചത്. എല്ലാവരും ക്ഷമിക്കും എന്നുള്ളതായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ലോകം ഏറ്റവും കൂടുതൽ ദുഷിച്ച ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കേരളം മാത്രമല്ല, എല്ലാ പ്രദേശവും ഇതുപോലെ തന്നെ. നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, നമ്മുടെ ഓൾ ഇന്ത്യ, കേരളം അടക്കം നമ്മൾക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുന്നു. കുട്ടികൾ അത്രത്തോളം നമ്മളെ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. ലഹരിയിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം. 10 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെയധികം, ഇപ്പോൾ 10 വേണ്ട എന്നുള്ളതാണ് ഒരുപാട് അറിവുകളുള്ള നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒക്കെ നമ്മളെ അറിയിക്കുന്നത് അങ്ങനെയാണ്.